ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നമ്പർ 02/2024 ആണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 15/4/2024. നെക്സ്റ്റ് മന്ത് 14/5 2024 വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതൊരു ലെവൽ 3 പോസ്റ്റ് ആണ്. ലെവൽ 3 പോസ്റ്റിന്റെ ഇതിന്റെ ബേസിക് പേ വന്നിട്ട് 21,700 ആണ് ഇതിന്റെ ബേസിക് പേ. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 സ്റ്റാൻഡേർഡ് ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ജൂലൈ 1, 2024 18 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഏജ് റിലാക്സേഷൻ കൂടി നോക്കുകയാണെങ്കിൽ UR ആൻഡ് EWS കാൻഡിഡേറ്റിന് ജൂലൈ 2, 1996 ശേഷം ജനിച്ചവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. OBC ആണെങ്കിൽ 1993 ജൂലൈ 2 ശേഷം ജനിച്ചവർ. SC ആൻഡ് ST ആണെങ്കിൽ 1991 ജൂലൈ 2 ആണ് അപ്പർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ നോട്ടിഫിക്കേഷൻ പ്രകാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി RPFന്റെ SIന്റെ നോട്ടിഫിക്കേഷൻ്റെ ഒരു വീഡിയോ ഇന്നലെ ചെയ്തായിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്ന സെയിം ആപ്ലിക്കേഷൻ ഫീ ആണ് ഇവിടെയുള്ളത്. SC ST എക്സ് സർവീസ്മെൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ 250 രൂപയാണ് എക്സാം ആപ്ലിക്കേഷൻ ഫീ. ഇത് ടോട്ടലി റീഫണ്ടബിൾ ആണ്. അതുപോലെ റിമൈനിങ് കാൻഡിഡേറ്റ്സിനെല്ലാം 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. ഇതിൽ 400 രൂപ എക്സാമിന് അപ്പിയർ ആകുന്ന സമയത്ത് റീഫണ്ട് ആയിട്ട് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്തിനെ പറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് SIന്റെയും കോൺസ്റ്റബിളിന്റെയൊക്കെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് സെയിം ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. അത് പാസ്സായി കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പിന്നീട് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഇതും ക്ലിയർ ആവുകയാണെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ ആണ്. ഇവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് 10ാം ക്ലാസ് ബേസ്ഡ് ആയിട്ടായിരിക്കും എക്സാം വരുന്നത്. സോ പാറ്റേൺ ആൻഡ് സിലബസിൽ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടായിരിക്കുക. 90 മിനിറ്റ് ആണ് എക്സാമിനുള്ള ടൈം. എക്സാം പാറ്റേൺ ആൻഡ് സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിലബസ് ഓൾമോസ്റ്റ് സെയിം സിലബസ് ആണ് നമ്മുടെ SIന്റെ സിലബസുമായിട്ട് നോക്കുകയാണെങ്കിൽ. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 മാർക്ക്, അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 35 മാർക്ക്, ജനറൽ അവയർനെസ് 50 മാർക്ക്. ഓർക്കുക, ഇതൊക്കെ 10ാം ക്ലാസ് ബേസ്ഡ് ആണ് സിലബസ് ഇതിന്റെ വരുന്നത്. ഓക്കെ, പാറ്റേൺ സെയിം ആണ്. 120 ക്വസ്റ്റ്യൻ, 90 മിനിറ്റ്, 1.5 മണിക്കൂറാണ് എക്സാമിനുള്ളത്. ശരിയായ ആൻസേഴ്സിന് 1 മാർക്കും അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. റോങ് ആൻസേഴ്സിന് 1/3 ഓഫ് ദ മാർക്ക്. സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സാവുന്ന എല്ലാവരെയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റിനും വേണ്ടിയിട്ട് റെയിൽവേ വിളിക്കും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ കോൺസ്റ്റബിൾ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് 1600 മീറ്റർ ഓട്ടമാണുള്ളത്. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 3 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് 800 മീറ്റർ റണ്ണാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സിമിലർലി ലോങ് ജമ്പ് ആൻഡ് ഹൈ ജമ്പ് ഇവിടെ ഉണ്ട്. ലോങ് ജമ്പും ഹൈ ജമ്പും മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 14 ഫീറ്റ് ലോങ് ജമ്പ്, ഹൈ ജമ്പ് 4 ഫീറ്റ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 9 ഫീറ്റ് ആൻഡ് 3 ഫീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ആണ്. ഇവിടെയും നമ്മുടെ SIന്റെ കേസിൽ കണ്ടതുപോലെ തന്നെ ഹൈറ്റ് ആൻഡ് ചെസ്റ്റ് മെഷർമെന്റ് ആണ് എടുക്കുന്നത്. ഇതിൽ ചെസ്റ്റ് മെഷർമെന്റ് ലേഡി കാൻഡിഡേറ്റ്സിന് ഇല്ല. ഓക്കെ, ഓൺലി ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് ചെസ്റ്റിന്റെ മെഷർമെന്റ്സ് ഒക്കെ എടുക്കുന്നത്. സോ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നോക്കുക. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ അവസാനമായിട്ട് ഒന്നും കൂടി പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കുള്ള ഏറ്റവും ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇത് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. കാരണം ലെവൽ 3 പോസ്റ്റിലേക്കാണ്. ബേസിക് പേ ഒരു 21,700, ഓൾമോസ്റ്റ് ബേസിക് പേ 21,700 ആയതുകൊണ്ട് തന്നെ ഒരു 40 to 45 റേഞ്ചിലൊക്കെ സാലറി നിങ്ങൾക്ക് വരുന്നതാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ കോൺസ്റ്റബിളിന്റെ ടോട്ടൽ വേക്കൻസി കൊടുത്തിട്ടുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ടോട്ടൽ ഓവറോൾ വേക്കൻസി വന്നിരിക്കുന്നത് 3577 വേക്കൻസിയാണ്. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ വേക്കൻസി വന്നിരിക്കുന്നത് 631 വേക്കൻസിയാണ്. സോ ടോട്ടൽ ഓൾമോസ്റ്റ് 4000-ൽ കൂടുതൽ വേക്കൻസി വന്നിട്ടുണ്ട്. സോ സമയം കളയാതെ എത്രയും പെട്ടെന്ന് വേഗം തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക, നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.